മാലിന്യക്കൂന പെരുകാൻ സാധ്യതയുള്ള ഓണക്കാലത്ത് മാവേലിയുടെ ശുചിത്വ സന്ദേശം ഇനി വീടുകളിലെത്തും. ഹരിത ഓണം എന്ന ബ്രാൻഡോടെ വൃത്തിയുടെ ചക്രവർത്തി എന്ന ടാഗ് ലൈനിലാകും മാവേലി അവതരിപ്പിക്കുക. സാമൂഹിക മാധ്യമങ്ങളിലും മാവേലി എത്തും. റെസിഡൻസ് അസോസിയേഷനുകളിലും ക്ലബ്ബുകൾ അടക്കമുള്ള സന്നദ്ധ സംഘടനകളിലും നടത്തുന്ന ഓണപരിപാടികളിൽ എന്റെ വീട് മാലിന്യമുക്തം, ഹരിത വീട് എന്നീ വിഷയങ്ങളിൽ റീൽസ് മത്സരം നടത്താൻ സർക്കാർ അഭ്യർത്ഥിച്ചിരിക്കുകയാണ്. കുട്ടികൾക്കുള്ള പ്രസംഗ രചനാ മത്സരങ്ങളിൽ വൃത്തി വിഷയമാക്കണം. പരിപാടിക്കു ശേഷം ശുചീകരണം നടത്തണം. സമാപന സമ്മേളനത്തിൽ തദ്ദേശ സ്ഥാപനങ്ങൾ ഹരിത സർട്ടിഫിക്കറ്റ് നൽകും. ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിൽ 2-3 തവണ വീടുകളിൽ ഹരിതകർമ്മസേന എത്തി മാലിന്യം ശേഖരിക്കും. ഓണത്തിനു മുൻപ് ഈ മാലിന്യവും സാനിറ്ററി മാലിന്യവും ഒഴികെയുള്ള അജൈവ മാലിന്യം ശേഖരിക്കാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പരിശോധനയ്ക്ക് വിജിലൻസ് സ്ക്വാഡ് ഉണ്ടാകും. ഓണാഘോഷത്തിന് കൂടുതൽ ആളുകൾ എത്തുന്ന സ്ഥലങ്ങളിലും വ്യാപാര സ്ഥാപനങ്ങളിലും ബിന്നുകൾ ഉറപ്പാക്കും. ഓഫീസുകളിലടക്കം പൂക്കളം ഒരുക്കാനും അലങ്കാരങ്ങൾക്കും പ്ലാസ്റ്റിക് അനുവദിക്കില്ല. സദ്യയ്ക്ക് പ്ലാസ്റ്റിക്കിലുള്ള കപ്പ്, പാത്രം, ഇല, സ്പൂൺ തുടങ്ങിയവ ഉപയോഗിച്ചാൽ നടപടി. നിരോധിത പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളുടെ സംഭരണവും വിൽപ്പനയും തടയും. ഓണത്തിന് വഴിയോര കച്ചവടക്കാർ വഴിയുണ്ടാകുന്ന മാലിന്യം നീക്കാനുള്ള ചെലവ് വ്യാപാരികൾ വഹിക്കണം. മാലിന്യം നീക്കാൻ ഹരിതകർമ്മസേനയ്ക്ക് കൂടുതൽ വാഹനങ്ങൾ നൽകും. മാലിന്യരഹിത ഓണം മികച്ച രീതിയിൽ നടത്തുന്ന വ്യാപാര സ്ഥാപനങ്ങൾ, സർക്കാർ സ്ഥാപനങ്ങൾ, റെസിഡൻസ് അസോസിയേഷനുകൾ, ക്ലബ്ബുകൾ തുടങ്ങിയവയ്ക്ക് തദ്ദേശ സ്ഥാപനങ്ങളുടെ പുരസ്കാരമുണ്ടാകും. മികച്ച തദ്ദേശ സ്ഥാപനത്തിന് ജില്ലാതല പുരസ്കാരവും. ഓണാഘോഷമുള്ള സ്ഥലത്തും കവലകളിലും സ്വാപ്പ് ഷോപ്പുകൾ തുടങ്ങും. വീടുകളിൽ വെറുതെ കിടക്കുന്നതും മറ്റുള്ളവർക്ക് ഉപയോഗപ്രദവുമായ സാധനങ്ങൾ, ഉദാഹരണത്തിന് വസ്ത്രങ്ങൾ, പാത്രങ്ങൾ, കളിപ്പാട്ടങ്ങൾ, പുസ്തകങ്ങൾ, ബാഗ്, ഇലക്ട്രോണിക്സ് തുടങ്ങിയവ കൈമാറാം. വ്യാപാര സ്ഥാപനങ്ങളിലും പൊതുസ്ഥലങ്ങളിലും മാലിന്യം നീക്കുന്നുണ്ടെന്ന് ഉദ്യോഗസ്ഥർ ഉറപ്പാക്കും.